എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചും രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചും സംസ്ഥാനത്തെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചും ഒരാളിന് ഒരു ദിവസത്തേക്ക് ദിവസവേതന കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദിവസവേതന കൂലി നിശ്ചയിച്ചതനുസരിച്ച് മാസത്തിൽ പൈസ കിട്ടണ്ടേ? എന്തൊരു ദുരന്തമാണ്, ദുര്യോഗമാണ് ഇവിടെ നടക്കുന്നത്. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയച്ചു തരിക, നിങ്ങൾ പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആവലാതികൾ, സങ്കടങ്ങളെല്ലാം ഞങ്ങളോട് പറയുക. ഞങ്ങളിത് വളരെ കൃത്യമായി ജനങ്ങളെയും സർക്കാരിനെയും അറിയിക്കും. വേണ്ട ഫോളോ അപ്പ് ഞങ്ങൾ നടത്തുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആശാ വർക്കേഴ്സ് 21,000 രൂപ ശമ്പളം കിട്ടണം, 700 രൂപ വെച്ച് ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു. എന്നാൽ ആശാ വർക്കേഴ്സിനെ പോലെയോ ഒരുപക്ഷെ അതിനേക്കാൾ ഉയരത്തിലോ ആശാ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തനങ്ങളാണ്. അത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു ആരോഗ്യ പ്രവർത്തനങ്ങളാണ്. അത് ആ നിലയിൽ വലിയൊരു പ്രശംസിക്കേണ്ട പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ ഒരു വലിയ പ്രവർത്തനം. എന്നാൽ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന, നാളത്തെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കൃഷിക്കാർ, അതുപോലെ തന്നെ ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, വക്കീലന്മാർ, സാഹിത്യകാരന്മാർ, സകലവരെയും വാർത്തെടുക്കുന്ന ഒരു വിഭാഗമാണ് അങ്കണവാടി. അവർക്ക് 700 രൂപ ബാധകമല്ലേ? തീർച്ചയായിട്ടും അവർക്ക് 700 രൂപ കണക്കാക്കി 21,000 രൂപ വേതനം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആശാ വർക്കേഴ്സ് പോലെ അല്ല, അവരിൽ 2 വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ സുഭാഷിതം ചാനൽ ചരിത്രത്തിലാദ്യമായ ഒരു ഡിമാൻഡ് വയ്ക്കുകയാണ്. ഇത് ഞങ്ങൾ വെറുതെ ഡിമാൻഡ് വയ്ക്കുന്നതല്ല. ഇത് അവകാശ പത്രിക തയ്യാറാക്കും, കേരള സർക്കാരിന് അയച്ചു കൊടുക്കും, കേന്ദ്ര സർക്കാരിന് അയക്കും. ഞങ്ങൾക്ക് ഏതെല്ലാം വാതിലുകൾ സുഭാഷിതം ചാനലിൽ മുട്ടാൻ കഴിയുമോ അവിടെയെല്ലാം ഞങ്ങൾ മുട്ടും. ഈ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി ഇതൊരു പുതിയ ആശയം വയ്ക്കുകയാണ്. അങ്കണവാടി ജീവനക്കാർക്ക് 2 തരം ജീവനക്കാരുണ്ട്. ഒന്ന് വർക്കർമാർ, ഹെൽപ്പർമാർ. അവർക്ക് 12,000-ഉം 10,000-ഉം ആണെന്ന് തോന്നുന്നു, ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും അവർക്ക് വർക്കർമാർക്ക് 24,000 രൂപ മാസം കൊടുക്കണം. 21,000 രൂപ 700 രൂപ കണക്കാക്കി ഹെൽപ്പർമാർക്ക് കൊടുക്കണം. അത് പറയാൻ കാരണം, ഈ ഹെൽപ്പർമാർ എന്ന് പറയുന്നത് വർക്കർമാർക്ക് 21,000 കൊടുത്താൽ പിന്നെ ഹെൽപ്പർമാർക്ക് വീണ്ടും അതിൽ കുറഞ്ഞു പോകും. 18,000-ഓ 19,000-ഓ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ 700 എന്നുള്ള കൺസെപ്റ്റ്, സങ്കല്പം വരാതെ പോകും. അതുകൊണ്ട് അടിസ്ഥാന ശമ്പളം 700 ആക്കി നിലനിർത്തിക്കൊണ്ട് അത് ഹെൽപ്പർമാർക്ക് 700 ഫിക്സ് ചെയ്തുകൊണ്ട് 21,000 രൂപയും 21,000 രൂപയും പിന്നെ 31 ദിവസം, മാസത്തിൽ 31 ദിവസം ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, അത് പിന്നെ കൂട്ടുന്നില്ല. 21,000 രൂപയും വർക്കർമാർക്ക് പിന്നെ അതുപോലെ തന്നെ 24,000 രൂപയും കൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. ഇതൊരു പരസ്യമായ ചർച്ചയ്ക്കാണ് ഈ പ്രപ്പോസൽ വെക്കുന്നത്. കേരളത്തിലെ 66,000 വരുന്ന അങ്കണവാടി ജീവനക്കാരും പെൻഷൻകാർക്ക് പെൻഷൻ കൂട്ടുന്നതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്. അത് മറ്റൊരു സ്ട്രീമിലേക്ക് പോകുന്നതാണ്. അത് തീർച്ചയായിട്ടും പെൻഷൻകാരുടെ പെൻഷൻ കൂട്ടേണ്ടത് തന്നെയാണ്. അതിപ്പോൾ 10,000 2,000 രൂപയാണ് കിട്ടുന്നത്. അത് 5,000-ഓ 10,000-ഓ ആക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആക്കേണ്ടത്. ഒരു 10,000 രൂപ കിട്ടണം. അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ കൂടെ വാങ്ങാനുള്ള അവസരം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടുന്ന, ഓരോ വർഷം 10 വർഷത്തേക്ക് ഇത്ര, 20 വർഷം, അങ്ങനെ ഒരു കണക്ക് വെച്ചുകൊണ്ട് അവർക്ക് ഒരു 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടുന്നൊരു പാക്കേജ്. അപ്പോൾ വളരെ കൃത്യമായി അങ്കണവാടി വർക്കർമാർക്ക് പിന്നെ 24,000, 21,000 രൂപ ഹെൽപ്പർമാർക്ക്, പിരിഞ്ഞു പോകുമ്പോൾ 5 മുതൽ 10 ലക്ഷം രൂപ വരെ വർഷത്തെ കണക്ക് വെച്ചുകൊണ്ട് ഒരു പാക്കേജ്. അതുപോലെ പെൻഷൻ പറ്റുന്ന ആളുകൾക്ക് കൃത്യമായി പെൻഷൻ 5,000 മുതൽ 10,000 വരെ കിട്ടുന്ന റേഞ്ചിലേക്ക് മാറണം. ഇത് പറയുമ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ, അങ്കണവാടി വർക്കർമാരുടെ പോസ്റ്റ് ടീച്ചർമാരെന്നാക്കുന്നത്. കാര്യം അവരറിയപ്പെടുന്നതേ ടീച്ചർമാരെന്നാണ്. ആരും വർക്കറെന്ന് അറിയപ്പെടുന്നില്ല. കേരളത്തിൽ അങ്കണവാടി ടീച്ചർമാരെന്നാണ് എല്ലാവരും, വീട്ടുകാർ വിളിക്കുന്നത്, നാട്ടുകാർ വിളിക്കുന്നത് എല്ലാം ടീച്ചർമാരെന്നാണ്. അതുകൊണ്ട് അങ്കണവാടി ടീച്ചർ എന്നാക്കുക, ഹെൽപ്പറിൻ്റെ പേര് അസിസ്റ്റൻ്റ് എന്നാക്കുക. ഹെൽപ്പർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു നാമമാത്രമായ നല്ലൊരു അന്തസ്സായ പേരെങ്കിലും അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അങ്കണവാടി വർക്കർമാരുടെ പേര് ടീച്ചർമാരാക്കി മാറ്റണം. 24,000 രൂപ സാലറി കൊടുക്കണം, ശമ്പളം കൊടുക്കണം. ഇൻക്രിമെൻറ്റിനെ കുറിച്ച് പിന്നെ നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും ഇൻക്രിമെൻറ്റും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ 21,000 രൂപ ഹെൽപ്പർമാർക്ക് കൊടുക്കണം. വർക്കർമാരുടെ പേര് ടീച്ചർമാരെന്നും ഹെൽപ്പർമാരുടെ പേര് അസിസ്റ്റൻ്റ് എന്നും മാറണം. അവർ പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് 5 മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടുന്നതിനുള്ള പാക്കേജ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. പെൻഷനല്ല, അവർക്ക് ഓൺ ടൈം കൊടുക്കുന്ന പൈസ. ഇപ്പോൾ കൊടുക്കുന്നത് 15,000 എസ്ഗ്രേഷ്യ എന്നൊക്കെ പറയുന്ന രീതിയിൽ 15,000 രൂപ പെൻഷൻ പറ്റുന്ന ഒരു അംഗൻവാടി വർക്കർക്കും 10,000 രൂപ ഹെൽപ്പർക്കും കൊടുക്കുന്നു. നല്ലൊരു സാരി വാങ്ങണം, 40 വർഷം 30 വർഷം ജോലി ചെയ്തതിന് ശേഷം നല്ലൊരു സാരി വാങ്ങണമെങ്കിൽ ഇപ്പോൾ കൊടുക്കണം 10,000 രൂപയിൽ കൂടുതൽ തുക. അമ്മ പെൻഷൻ പറ്റി വന്നതല്ലേ,
അമ്മുമ്മ പെൻഷൻ പറ്റി വന്നതല്ലേ, ഞങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്ത് തരുമെന്ന് വീട്ടുകാർ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് പ്രിയപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട IAS ഹരിത എസ് കുമാർ, ICDS ഓഫീസിലിരിക്കുന്ന ഓഫീസർമാർ, അതുപോലെ തന്നെ ICDS ഡിസ്ട്രിക്റ്റ് ഓഫീസർമാർ, CDPOമാർ, സൂപ്പർവൈസർമാർ ഒന്ന് ചിന്തിക്കുക. ഇവർ മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ. ആവശ്യമായ എല്ലാ കാരുണ്യവും ഉണ്ടാകട്ടെ. ഇതിനവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള സമരത്തിൽ സമരം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് സമരമല്ല, തെരുവിലുള്ള സമരമല്ല, ഇതൊരു പ്രതീകാത്മകമായൊരു സമരമാണല്ലോ. ആ സമരത്തിൽ ഇവരോടൊപ്പം നിൽക്കാൻ അങ്കണവാടി, ICDS, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിലെ സകല സംവിധാനവും ഉണ്ടാകട്ടെ. സർക്കാരുകളോട് നമുക്കിത് ആവശ്യപ്പെടാം. കേന്ദ്ര സർക്കാരുകളോട് 24,000 രൂപയും വർക്കർമാർക്കും 21,000 രൂപ ഹെൽപ്പർമാർക്കും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ പാക്കേജുകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം ആദ്യമായി സുഭാഷിതം ചാനൽ പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്.